എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാർഡിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ രീതികളുമായിട്ട് മാച്ച് ആവുന്ന ഒരാളെ നിങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്ത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ ആ റൈറ്റ് ടൈമിലായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളിതുവരെ റിയലൈസ് ചെയ്യാത്ത ഒരു ആളായിരിക്കാം. പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജിയും വൈബും ഒക്കെ നോക്കിയാൽ നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തിയെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചേരുന്ന ആ ഒരു മിസ്റ്റർ റൈറ്റ് അല്ലെങ്കിൽ മിസ് റൈറ്റ് ആയിട്ടുള്ള ആ ഒരു ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുവരെയും നിങ്ങൾ ടെൻഷൻ അടിക്കാതെ വിഷമിക്കാതെ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ, അതായത് പ്രസൻറ്റ് ടെൻസിൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് പറയുന്നത്. ശരിയായിട്ടുള്ള ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ചിന്തകളിലൂടെയൊക്കെ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജി വന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷേ അതും ഓർത്ത് ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ട കാര്യമില്ല. ഇപ്പോൾ ആ പ്രസൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് എൻജോയ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമത്തിനുള്ള ഉത്തരമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരുന്നതായിരിക്കും. ഇനി എന്താണ് നമുക്ക് യൂണിവേഴ്സിനുള്ളൊരു മെസ്സേജ് എന്ന് നോക്കാം. ഇനിയും എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ അതോ അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹീലിംഗ് ഹാർട്ട് ബ്രേക്കാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് കാരണം കൊണ്ടാണ് നിങ്ങൾക്കിപ്പം ആകെ ടെൻഷനും വിഷമവും ഒക്കെ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇനിയും ആ ഒരു പ്രണയം പുനർജനിക്കും. ആ പ്രണയം ഇനിയും നിങ്ങളെ വളരെയധികം മധുരതരമായ ഓർമ്മകളിലേക്കും ജീവിതത്തിൻ്റെ മധുരമായ നിമിഷങ്ങളിലേക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ വിഷമമൊക്കെ മാറി സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ ആ ഒരു നിങ്ങളുടെ അട്രാക്ഷനിലൂടെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും. ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.